എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്ന 2023 മാളവ്യ രാജയോഗമുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ സർവ്വത്തിൽ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടുള്ള കുറച്ച് രാശിക്കാരും 3 രാശിക്കാരുണ്ട്. അതിനകത്ത് 9 നക്ഷത്രങ്ങളുണ്ട്. ഈ 9 നക്ഷത്രക്കാർക്കും സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ ഓരോ ദിവസം ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് പറയാം. മാളവ്യ രാജയോഗമുള്ളവരെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാം. അടുത്ത ദിവസം വേറെ നക്ഷത്രങ്ങളെ കുറിച്ചിട്ട്, അതായത് ഓരോ രാജയോഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ 3-4 വീഡിയോസായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജയോഗങ്ങളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. വീഡിയോസൊന്നും ആരിലേക്ക് എത്തുന്നില്ല, 100-200 ഒക്കെയാണ് ആൾക്കാർ എത്തുന്നുള്ളൂ. നമുക്കൊരു 1000 പേരെങ്കിലും നമ്മളെത്തിച്ച് 1000 പേരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്തൊന്നും എത്തണില്ലെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ നിർത്തി വെക്കേണ്ട ഒരവസ്ഥ വരും. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ജാതകമൊക്കെ നോക്കുന്നുണ്ട്. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ടാണ് വാട്സാപ്പിൽ ജാതകം നോക്കുന്നത്. ജാതകം നോക്കി നിങ്ങളുടെ ദശാസന്ധി അനുസരിച്ച് വഴിപാടൊക്കെ പറഞ്ഞു തരും. അപ്പോൾ കല്യാണം നടക്കാതെ സന്താനം ഉണ്ടാകാത്തത്, വീട് വാഹനമൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് എല്ലാം തരുന്നതാണ്. നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക താഴെ കിടന്ന നമ്പറിൽ. അതുപോലെ വടക്കുംഭാഗത്ത് കരുന്നേരി മഠത്തിലെ അമ്മയുടെ ക്ഷേത്ര നിർമ്മാണത്തിന് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒരടി മണ്ണ് എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാം. 1 രൂപയെങ്കിലും അയച്ചു തന്ന് ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ നിങ്ങൾ ശ്രമിക്കുക. പലർക്കും അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും പരമാവധി ഇത് വിനിയോഗിക്കുക. ജനുവരി വരെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസിൽ ഇങ്ങനെ പറയുള്ളൂ. ജനുവരി വരെയാണ് നമ്മൾ എല്ലാവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആരിൽ നിന്ന് സഹായം സ്വീകരിക്കുക, നമ്മൾ സ്ഥലമൊക്കെ മേടിക്കും. അതുവരെ നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതും ഗൂഗിൾ പേ നമ്പറും വാട്സാപ്പ് നമ്പറൊക്കെ ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് അതിനകത്തേക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്കും വീട് സ്ഥലമൊക്കെ മേടിക്കാൻ പറ്റാത്തവർക്കും വാടക കിടക്കുന്നവരായിട്ടുള്ളവരും രോഗദുരിതങ്ങൾ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ അയച്ചു തന്നിട്ട് വാട്സാപ്പ് നമ്പറിൽ, ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് പറയാം. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത്, എനിക്കതിനൊരു നിർവൃതി ഉണ്ടാക്കി തരണം ഭഗവതി തിരുമേനി എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനതിന് ഭഗവതിയുടെ അടുത്ത് പൂജയിൽ ചെയ്യുന്നതാണ്, നിങ്ങളുടെ അർച്ചന നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിൽ ഐശ്വര്യങ്ങളും ഒരു മാസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞു തന്നതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മാളവിക രാജയോഗമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണെന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതുവത്സരം 2026 ആരംഭത്തോടെ നിരവധി രാജയോഗങ്ങളുടെ ശുഭകരമായ സംയോജനം രൂപം കൊള്ളുന്നു. പ്രത്യേകിച്ച് മാളവിക രാജയോഗം പഞ്ചാംഗം അനുസരിച്ച് 2020 വ്യാഴം സ്വന്തം രാശിയിൽ രാജയോഗം രൂപപ്പെടുത്തും. ശുക്രൻ അതിൻ്റെ ഉയർന്ന രാശിയിലേക്ക് പ്രവേശിച്ച് മാളവിക രാജയോഗം രൂപപ്പെടുത്തും. 2020 രാജയോഗങ്ങളുടെ രൂപീകരണം പല രാശിക്കാർക്കും ഐശ്വര്യം നൽകുന്നതാണ്. ഇതൊക്കെ രാശിക്കാരുടെ ഭാഗ്യമാണ് തെളിയുന്നത്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 2020 മാളവ്യ രാജയോഗങ്ങളുടെ തന്നെ രൂപീകരണം രാശിക്കാർക്ക് അനുകൂലമായൊരു കാലഘട്ടത്തിലേക്ക് നയിക്കും. മേടൻ രാശിയുടെ 4ാമത്തെ വാതിൽ രാജയോഗം രൂപപ്പെടുന്നു. ഹംസ രാജയോഗം രൂപപ്പെടുന്നു. സ്വത്ത് വാങ്ങുന്നതിന് ഈ സമയം അനുയോജ്യമാണ്. തൊഴിൽ അന്വേഷിക്കുന്ന പുതിയ അവസരങ്ങൾ കണ്ടെത്താനൊക്കെ കഴിയും. ജോലിസ്ഥലത്തുള്ളവർ നിങ്ങളുടെ ജോലിയെ വിലമതിക്കും. നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. ഈ വർഷം പുതിയ തുറക്കങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു സമയമായിട്ട് കണ്ടുവരുന്നു. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നാളുകൾക്ക് ഗുണം കിട്ടുന്ന രാശിയെ കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്ന രാശി എന്ന് പറയുന്നത് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കന്നി നക്ഷത്രങ്ങളെക്കുറിച്ച് അപ്പോൾ ഞാനിവിടെ പഞ്ചാംഗമൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാം. അല്ലാതെ നമ്മൾ വേറെ ഒരാളുടെയും അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ കണ്ടിട്ടോ അങ്ങനെയുള്ള ഒന്നുമല്ല. നമ്മളിതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഗണനത്തിനനുസരിച്ചിട്ടാണ് പറയുക. ചില സമയങ്ങളിൽ നമ്മൾ അവരുടെയും കൂടി മാനിക്കാറുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ഇതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ അത്തം ഉത്രം മുക്കാലും അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗവും 2, 3, 4 ഭാഗങ്ങളിലും അത്തം ചിത്ര ചോതി ചിത്തിര 1, 2 ഭാഗങ്ങളിലുള്ളവർക്കാണ്. അതായത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം ലാസ്റ്റ് ഭാഗവും അത്തം ചിത്തിര അര ചേർന്ന നക്ഷത്രക്കാരുടെ ഇതാണ് പറയുന്നത്. രണ്ടാകുന്ന ഹംസ മാളവ്യ രാജയോഗം കന്നി രാശിക്കാർക്ക് ഗുണം ചെയ്യും. സാമ്പത്തിക സ്ഥിതി ഗണ്യമായി മെച്ചപ്പെടും. ഒരു നല്ല ബിസിനസ് കരാറും ലഭിക്കും. നിങ്ങൾക്ക് ശമ്പള വർധനവും ലഭിക്കും. പുതിയ അവസരങ്ങൾ ഉയർന്നു വരും. അതുപോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. സാമൂഹ്യ ബഹുമാനം ലഭിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും നിങ്ങളുടെ ജോലിയെ പ്രശംസിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത് പറയാൻ പോകുന്നത് മകരം രാശിനെ കുറിച്ചിട്ടാണ്. മകരക്കൂറിൽ പെടുന്ന ഉത്രാടം അവസാന ഭാഗവും തിരുവോണം അവിട്ടം
അരയും ചേർന്ന മകരം രാശിയെക്കുറിച്ചിട്ടാണ് പറയുക. 2026 മാളവിരോധ മകരാശിക്കാർക്ക് ഒരു സുവർണ്ണ കാലഘട്ടത്തേക്ക് നയിക്കുന്നു. ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ നിക്ഷേപിക്കുന്ന ഗുണം ചെയ്യും. വിവാഹിതരായ വ്യക്തികൾക്ക് അതൊരു നല്ല സമയമായിരിക്കും. അവർക്ക് സമൂഹത്തിലൊരു പുതിയ സ്ഥാനം ലഭിക്കും. പുതിയ പങ്കാളിത്തങ്ങൾക്കും സാധ്യതയുണ്ട്. വളരെ കാലമായി തടഞ്ഞു വെച്ചിരുന്ന പണം തിരികെ ലഭിക്കുന്ന സാധ്യതയുണ്ട്. നിങ്ങളുടെ സാമൂഹ്യ നില വർദ്ധിക്കും. രണ്ട് നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ മേടൻ രാശിയിൽ വരുന്ന മേടൻ രാശിക്കാരെ കുറിച്ചിട്ടാണ് പറയാം. അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം ഭാഗത്തിലുള്ളവർക്കാണ് പറയാം. 2000 ഹംസമാളുടെ രൂപീകരണ രാശിക്കാർക്ക് അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്ക് നടക്കും. മേടൻ രാശിയുടെ 4ാമത്തെ ഭാവത്തിൽ ഹംസ രാജയോഗം രൂപപ്പെടും. സ്വത്ത് വാങ്ങുന്നതിന് ഈ സമയം അനുയോജ്യമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. ജോലിസ്ഥലത്തുള്ളവർ നിങ്ങളുടെ ജോലി വിലമതിക്കും. നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. ഈ വർഷം പുതിയ തുടക്കങ്ങൾ നേട്ടങ്ങൾ ഒരു സമയമായിട്ട് കണ്ടുവരുന്നു. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുടെ ജോലിയെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 3 രാശിക്കാർക്കാണ് കൂടുതലും മാളവ്യ രാജയോഗത്തിനെ കുറിച്ച് ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാരുടെ ഒരു പൊതു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരും ചെയ്യില്ല. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ബിസിനസ്സായിട്ടിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ചാത്തൻ്റെ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കളഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ വിശ്വാസമില്ലാതെ വരും. എന്നിട്ട് നിസ്സാര പൈസയൊക്കെ ഇവിടെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ നിരവധിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറേ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അവിടെ പോയി പൈസ കളയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ വഴികളൊക്കെ നടത്തുക. നിങ്ങൾ ഫ്രീ ആണ് അല്ലെങ്കിൽ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് വാട്സാപ്പ്, ഗൂഗിൾ ഇതിനകത്ത് യൂട്യൂബിൽ നമ്മൾ ലൈവ് ഇടുന്നതും അതുപോലെ വാട്സാപ്പിലും പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജാതകത്തിൻ്റെ സമയത്തുള്ള ദശാസന്ധി അനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ വഴികളൊക്കെ നടത്തി മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടി നിൽക്കാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷണാർത്ഥം ഭഗവതിയുടെ സ്ഥലം മേടിക്കുന്നതിന് പൈസ അയച്ചു തന്നിട്ട് 1 രൂപയോ 100 രൂപയോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എത്ര രൂപയാണെങ്കിലും അയച്ചു തന്നിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങളുണ്ടാകും പെട്ടെന്ന് തന്നെ. അതിന് വേണ്ടിയാണ് നിങ്ങളോട് പറയണം. അല്ലാതെ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പലരും ഇപ്പോൾ ലക്ഷങ്ങൾ കളഞ്ഞിട്ടാണ് അവിടേക്ക് വന്നത്. 15 ലക്ഷം 20 ലക്ഷമൊക്കെ കളഞ്ഞിട്ടാണ് വരിക. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. ഒരു ചേട്ടൻ്റെ നിന്ന് 108 സ്വർണ്ണ കോയിൻ മേടിച്ച് അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പോയി ചാടാതെ നിങ്ങളുടേതായിട്ട് ചെറിയ ചെറിയ വഴികളൊക്കെ നടത്തി ജീവിതം തിരിച്ചു പിടിക്കുക. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവരോടൊപ്പം പോയി വെറുതെ പൈസ കളയാതെ. ഓക്കെ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്തേ.